നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വാട്ട് എ മാച്ച്, വാട്ട് എ പെർഫോമൻസ് ഫ്രം തിലക് വർമ്മ. സൂപ്പർ പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത്. തിലക് വർമ്മയുടെ മികവിൽ തന്നെയാണ് ടീം ഇന്ത്യ മത്സരം വിജയിച്ചേറിയത്. 2 വിക്കറ്റിനാണ് ടീം ഇന്ത്യയുടെ വിജയം. ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 20 ഓവറുകളിൽ 165 റൺസ് അടിച്ചപ്പോൾ ടീം ഇന്ത്യ 19.2 ഓവറുകളിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. കിടലനൊരു ബൗണ്ടറിയിലൂടെ തിലക് വർമ്മ വിജയത്തിലേക്ക് ടീം ഇന്ത്യയെ കൊണ്ടുപോയ നിമിഷം വല്ലാത്തൊരു ആവേശമായിരുന്നു. ടീം ഇന്ത്യ സ്പിൻ ബൗളിങ്ങിനെ വെച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ബാറ്റിങ്ങിനെ തടഞ്ഞതെങ്കിൽ ഇംഗ്ലീഷ് ടീം നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയിൽ പേസ് ബൗളിംഗ് കൊണ്ട് ഇന്ത്യൻ ടീമിനെ ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ച. 2 വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫികൾ, 2 വ്യത്യസ്തമായ ശൈലികളിലുള്ള പോരാട്ടം. ഏതായാലും കളി വളരെ ത്രില്ലിംഗ് ആയിരുന്നു. ഈ മത്സരം വിജയിച്ചതോടുകൂടി 5 മത്സരങ്ങളുടെ T20 പരമ്പര ടീം ഇന്ത്യ 2-0 മുന്നിലാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 165 റൺസ് അടിച്ചപ്പോൾ അവർക്ക് വേണ്ടി ജോസ് ബട്ട്ലർ 45 റൺസുമായിട്ട് ടോപ്പ് സ്കോററായി. കാൾസിൻ്റെ പ്രകടനം നമ്മൾ എടുത്തു പറയണം. ബ്രൈഡൻ കാൾസ് 31 റൺസാണ് ബാറ്റ് കൊണ്ടെടുത്തത്. അതുപോലെ ബോൾ കൊണ്ടും അദ്ദേഹം മിന്നിത്തിളങ്ങുകയുണ്ടായി. ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടിയിട്ട് ആദ്യം അഭിഷേക് മടങ്ങി. അദ്ദേഹം 6 പന്തിൽ നിന്ന് 12 റൺസാണ് എടുത്തത്. പിന്നാലെ സഞ്ജു സാംസൺ, അദ്ദേഹം 7 പന്തിൽ നിന്ന് 5 റൺസുമായിട്ട് മടങ്ങിപ്പോയി. മാർക്ക് വുഡും ജോഫ്രെ ആർച്ചറുമാണ് ആ വിക്കറ്റുകൾ വീഴ്ത്തിയത്. ഇംഗ്ലണ്ടിൻ്റെ പേസ് ബോളർമാർ എക്സ്പ്രസ് പേസ് കൊണ്ട് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമം നടത്തുന്ന കാഴ്ച, അത് നേരെ അവർക്ക് തിരിച്ചടിയുമായിട്ടുണ്ട്. പലപ്പോഴും ടോപ്പ് എഡ്ജുകൾ 6ഉം 4ഉം ഒക്കെ പോകുന്ന കാഴ്ചയും നമ്മൾ അതിനെ തുടർന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സൂര്യ 7 പന്തിൽ നിന്ന് 12 റൺസാണ് അടിച്ചത്. അദ്ദേഹത്തെ ബ്രൈഡൻ കാൾസ് ആണ് മടക്കിയത്. ധ്രുവ് ജുറലിനെയും കാൾസ് മടക്കി. 5 പന്തിൽ നിന്ന് 4 റൺസാണ് ജുറൽ എടുത്തത്. ഹാർദിക് പാണ്ഡ്യ 7 റൺസ് എടുത്തു 6 പന്തുകളിൽ നിന്ന്. ജെയ്മി ഒവേർട്ടനാണ് അദ്ദേഹത്തെ മടക്കിയത്. വാഷിംഗ്ടൺ സുന്ദറിനെ ബ്രൈഡൻ കാൾസ് ബൗൾഡാക്കി. 19 പന്തിൽ നിന്ന് 26 റൺസായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിന്റെ സംഭാവന. അക്സർ പട്ടേൽ 2 റൺസിൽ. ലിയാം ലിവിങ്സ്റ്റനാണ് വിക്കറ്റ് എടുത്തത്. അർഷ്ദീപ് സിംഗ് 6 റൺസുമായിട്ട് മടങ്ങി. ആദിൽ റഷീദ് മനോഹരമായിട്ട് ഇന്ന് ബൗൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 4 ഓവറുകളിൽ 14 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അങ്ങനെ ഇംഗ്ലീഷ് ടീം ഇന്ത്യൻ ടീമിനെ വരിഞ്ഞു മുറുക്കുന്നൊരു കാഴ്ച കണ്ടു. പക്ഷെ മറുഭാഗത്ത് വളരെ മനോഹരമായ രൂപത്തിൽ ബാറ്റ് ചെയ്തു തിലക് വർമ്മ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. 55 പന്തുകളിൽ നിന്ന് 4 4 5 6 അടക്കം 72 റൺസിന്റെ കിടിലൻ ബാറ്റിംഗ് പ്രകടനം. അദ്ദേഹത്തിന് കൈയടിക്കണം. അദ്ദേഹമാണ് ഈ വിജയം ടീം ഇന്ത്യക്കായി നേടിത്തന്നത്. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.